ഇന്ന് നമ്മ ഒരു സിമ്പിൾ ചിക്കൻ കറി വെക്കാൻ പോണേ. ഇത് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ വെച്ചിട്ടുണ്ട് ട്ടോ. അടി പിടിച്ചിരിക്കുന്ന സമയത്തെ പെട്ടെന്നൊക്കെ ചിക്കൻ കറി വെക്കാന്നൊക്കെ പറഞ്ഞെങ്കിൽ ഭയങ്കര ചടങ്ങല്ലേ. അപ്പൊ ഞാൻ ഈ റെസിപ്പി ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിച്ചാന്നറിയോ? നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം. ആരാണത്? സജി തേരുള്ളി. പുള്ളിയും ഷാൻജിയോ ചേട്ടനൊക്കെ ഭയങ്കര വലിയ സംഭവം ഉണ്ടാ. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ പെട്ടുപോയാനെ. പുറത്തു പോയി നിൽക്കുന്നവർക്കൊക്കെ എന്തൊരു ഉപകാരമാണല്ലേ. സിമ്പിൾ റെസിപ്പി ആയിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഒക്കെ നോക്കണതിന് മുന്നേ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് വെച്ചുകൊണ്ടിരുന്നത് വെച്ചത്. ഇനി ഒരു ദിവസം ഞാൻ അമ്മയുടെ റെസിപ്പി ട്രൈ ചെയ്തിട്ടേ അത് ഞാൻ ഷെയർ ചെയ്യാട്ടാ. ഇന്നേ ഞാൻ വാങ്ങിച്ചത് ഡൈസ്ഡ് ചിക്കനാ. കുറച്ച് വലിയ കഷ്ണമാണെങ്കിൽ ഞാൻ അത് മുറിക്കാൻ പോയില്ലട്ടാ. നേരത്തെ ഞാൻ പാക്കറ്റിലുള്ള ചിക്കൻ ബ്രസ്റ്റ് ആയിരുന്നിട്ടാ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ വാങ്ങിക്കുന്നത് കോൾസിലെ ഡൽഹിന്നാണ് ട്ടാ. കാരണം നമുക്ക് അവിടെ ലൂസായിട്ട് വാങ്ങിക്കാം, റേറ്റും കുറവാണ്. ഇപ്പൊ ഇന്നാണ് ഞാൻ ചിക്കൻ വെക്കണമെങ്കിൽ ഞാൻ ഇന്ന് പോയിട്ട് ചിലപ്പോൾ ഒരു 500 ഗ്രാം വാങ്ങിക്കും. നാളെ വെക്കണമെങ്കിൽ ഞാൻ പിന്നെ നാളെയും പോകട്ടാ. അല്ലാതെ ഞാൻ വെച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്യാറില്ല. പിന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്താണ് കോൾസ്. അപ്പൊ ഞാൻ ഒരു മിക്ക ദിവസമൊക്കെ പോവാറുണ്ട് ട്ടാ. ഇന്ന് ഞാൻ പിന്നെ റൈസ് ഒന്നും വെച്ചില്ല. റൈസ് എന്റെ ഫ്രണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഏത് റൂംമേറ്റ്. ഞാൻ അവന്റെ റൈസ് കുറച്ച് എടുത്തിട്ടാ അടിച്ചു വേണ്ടി. അങ്ങനെ ലാസ്റ്റ് സംഭവം നമുക്ക് റെഡി ആയിട്ടാ. അത്യാവശ്യം വെള്ളം കുറച്ച് കൂടുതലുണ്ടായത് കാരണം ഞാൻ പിന്നെയും വറ്റിച്ച് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടാ. അപ്പൊ സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടാ. അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.